അപ്പം നമ്മൾ നോട്ടിക്കുട്ടന് കാലിന് എന്തൊരു വയ്യായിക്ക കുറച്ച് ദിവസമായി മുടങ്ങുന്നു. അപ്പം അവനെ ഒന്ന് പെറ്റ് ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ട് കാണിക്കാൻ വേണ്ടി പോവാ. അവൻ്റെ ബാക്കിലുണ്ട് നോട്ടോ. നമ്മളിപ്പോൾ പോകുന്നത് കാക്കവാലിലുള്ള ഒരു ക്ലിനിക്കാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂക്കോട് വെറ്റിനറി ക്ലിനിക്കിൻ്റെ ഒരു സബായിട്ട് വർക്ക് ചെയ്യുക. അവിടുത്തെ ഡോക്ടേഴ്സ് വന്നിട്ടാണ് ഇവിടെ ട്രീറ്റ്മെൻ്റ് ഒക്കെ നടത്തുന്നത്. അപ്പം നമ്മൾ അവിടെയാണ് പൊതുവേ പിള്ളേരെ കൊണ്ടുപോയി കാണിക്കാറ്. അത് സെക്കൻഡ് സാറ്റർഡേ മാത്രമേ ഉണ്ടാവില്ല. ഒരു 10 മണി ഒക്കെ ആകുമ്പോഴേക്കും അവിടെ എത്തിയാൽ മതിയാവും. കുറേ പെറ്റ്സ് വരുന്നത് കൊണ്ട് ചിലപ്പം തിരക്കുണ്ടാവും. നമ്മൾ നേരത്തെ പോയി അവിടെ ഡോക്ടറിൻ്റെ അടുത്ത് നിന്നാൽ മതിയാവും. അപ്പം നമ്മൾ നോട്ടൂനെയും കൊണ്ട് വെറ്റിനറി ക്ലിനിക്ക് പോവാണ്. നോട്ടൂന് 2 ദിവസമായിട്ട് കാലിലൊരു മുടന്ത് പോലെ. അപ്പം നമ്മൾ കൊണ്ടുവന്നത് പൂക്കോട് വെറ്റിനറി ക്ലിനിക്കിൻ്റെ ഒരു സബായിട്ട് കാക്കവാലിലൊരു ക്ലിനിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. പൂക്കോട്ടത്തെ ഡോക്ടർമാരാണ് അവിടെ വരിക. അപ്പം അവൾ എപ്പോഴും പിള്ളേരുടെ അവിടെയാണ് കൊണ്ടുപോകാറ്. ഇന്നിപ്പോൾ അവിടേക്കാണ് പോകുന്നത്. ബാക്കി അവിടെ വെച്ച് കാണിക്കാം. ഇറങ്ങാനൊരു മടി. ചളിക്കൂടെ നടന്നായി ഇവിടെ നിന്ന് ആദ്യം നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അത് 30-50 രൂപയോ അങ്ങനെ എന്തോ ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊണ്ടുപോയിട്ട് അവരുടെ വെയിറ്റ് എടുക്കണം. താഴെ പോയിട്ട് ഇവിടെ പോയി കഴിഞ്ഞാൽ വലിയൊരു മെഷീൻ ഉണ്ട്. അതിനകത്ത് കയറി നമുക്ക് വെയിറ്റ് നോക്കാം. പിന്നെ നമ്മൾ ഇവരെ ടേബിളിൽ കയറ്റി ഇരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഡോഗിൻ്റെ വയസ്സും പിന്നെ എന്താണ് രോഗം അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും അവർ ചോദിക്കും. അത് കഴിഞ്ഞിട്ട് അവർ ഫസ്റ്റ് തന്നെ ഒരു ഇവരുടെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞാൽ നമ്മളെ നോക്കുന്ന പോലെ ഈ ഹാർട്ട് ബീറ്റ് നോക്കും. അപ്പോൾ നമ്മളിതാ ഇതേപോലെ വായൊന്ന് അടച്ചു പിടിച്ച് കൊടുക്കണം. പിന്നെ അവർ മൊത്തത്തിലൊന്ന് നോക്കും വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോയെന്ന്. ഇവിടെ നമ്മൾ ഏത് ഡോഗിനെ കൊണ്ടുവന്നാലും അവരിങ്ങനെ ഈ പ്രൊസീജിയർ എല്ലാം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മൊത്തത്തിലൊന്ന് നോക്കും. കണ്ടോ, രോമമൊക്കെ വെട്ടിക്കളഞ്ഞപ്പം ആ വിരൽ കുറച്ച് തടിച്ചിരിക്കുന്നതാണ്. ആ വിരലിനാണ് പ്രശ്നം. അവർ നോക്കിയിട്ട് അവിടെ മുറിവൊന്നുമില്ല, പക്ഷേ നമുക്ക് ഉളുക്കുന്ന പോലെ ഉളുക്കിയതാണെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഒരു 5 ദിവസത്തേക്ക് മരുന്ന് തന്നിട്ടുണ്ട്. കൂട്ടി തന്നെ അവർ അങ്ങനെ പോകും. അത്യാവശ്യം സ്പേസ് ഒക്കെ ഉള്ള ഒരു ഹോസ്പിറ്റലാണ് കേട്ടോ ഇത്. ഞങ്ങൾ നമ്മുടെ ഡോഗ്സിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ തന്നെയാണ് വരാറ്. വാക്സിനേഷൻ ആയാലും ഇങ്ങനത്തെ എന്ത് കാര്യങ്ങളായാലും ഇവിടെ തന്നെയാണ് വരാറ്. അപ്പം ചെക്കപ്പ് കഴിഞ്ഞു. കുറേ മരുന്നുണ്ട്. തിരിച്ചു പോവുകയാണ്. വനോട്ട് പോവാലോ. ഐസ്ക്രീമൊക്കെ മേടിച്ച് വരുന്നുണ്ട്. ഫുള്ളില്ല ഐസ്ക്രീം തന്നെ. ഐസ്ക്രീം കുറേ വേദന സഹിച്ചല്ലേ. നല്ല നല്ല തെറിപ്പിക്കരുത് കാറിലാക്കണ്ട. ഗുഡ് ബോയ്.
ഡോക്ടർ പറഞ്ഞത് കാലിൽ കമ്പി അങ്ങനെയൊന്നും കുത്തിയതൊന്നുമല്ല, കമ്പിയോ മുള്ളൊന്നും അല്ല. പക്ഷേ നമുക്കൊക്കെ വരുന്ന ഒരു ഉളുക്കൊക്കെ ആവാനാണ് സാധ്യത എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് പെയിൻ കില്ലേഴ്സ് തന്നിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും മാറിയിട്ടില്ലെങ്കിൽ എക്സ്റേ എടുത്ത് നോക്കണം, പൂക്കോട്ട് കൊണ്ടുപോകണം, എന്താണെന്ന് അറിയാൻ. അത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു വിരൽ കട്ട് ചെയ്ത് കളയേണ്ട ഒരു സിറ്റുവേഷൻ വരും. സോ അതിന് ഇഗ്നോർ ചെയ്യരുതെന്ന് പറഞ്ഞു. നമ്മൾ പെയിൻ കില്ലേഴ്സ് കൊടുത്തിട്ട് നോക്കാം എന്താ അവസ്ഥ.